ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. കോതമംഗലം മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകൾക്ക് പുതുജീവൻ. മുടങ്ങിക്കിടന്ന പദ്ധതികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി 6.25 കോടി രൂപ ചിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 10 വർഷമായി യാത്രാ ദുരിതത്തിലായിരുന്ന കോതമംഗലം മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകൾക്ക് പുതുജീവൻ. മുടങ്ങിക്കിടന്ന പദ്ധതികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി 6.25 കോടി രൂപ ചെലവിൽ ഊന്നുകൽ തേൻകോട് റോഡിന്റെയും ചാത്തമറ്റം ഊരമുഴി റോഡിലെ കുത്തുകുഴി കുടമുണ്ട, കോഴിപ്പിള്ളി കുടമുണ്ട, പിടവൂർ ഇഞ്ചൂർ പള്ളിപ്പടി ഭാഗങ്ങളുടെയും നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരന് കൈമാറിയതിന് പിന്നാലെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ശബരിമല പാത വികസനത്തിന്റെ ഭാഗമായി ഫെസ്റ്റിവൽ ഫണ്ടിൽ നിന്നാണ് പദ്ധതിക്ക് തുക അനുവദിച്ചത്. 3 ഘട്ടങ്ങളിലായാണ് നിർമ്മാണം. ഇതിൽ ഊന്നുകൽ തേൻകോട് റോഡിലെ 1.5 കിലോമീറ്റർ ഭാഗത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചത്. റോഡ് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഷിബു തെക്കുംപുറം MLA സന്ദർശനം നടത്തി. ഈ സർക്കാർ വന്നതിന് ശേഷം കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളും പരിപാടികളും വളരെ വേഗത്തിലാക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫെസ്റ്റിവൽ ഫണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ശബരിമല പാത വികസനത്തിൻ്റെ ഭാഗമായി ഈ ഊന്നുകൽ തേങ്ങോട് റോഡും അതോടൊപ്പം തന്നെ ചാത്തമറ്റം ഊരമ്പുഴി റോഡും ഈ 2 മേഖലയിലായി 3 റീച്ചുകളിലായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 6.25 കോടി രൂപയാണ് ഈ ഫെസ്റ്റിവൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കി വെച്ചിട്ടുള്ളത്. അതിൽ ഊന്നുകൽ തേങ്ങോട് റോഡിൻ്റെ 1.5 കിലോമീറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ്. വാഹനങ്ങൾ സഞ്ചരിക്കാൻ വലിയ ബുദ്ധിമുട്ട്, ജനങ്ങൾ നടക്കുമ്പോൾ വലിയ ദുരിതം അനുഭവിക്കുന്നു. വണ്ടികൾ വാടകയ്ക്ക് വിളിച്ചാൽ പോലും വരാത്ത ഒരു അവസ്ഥയായിരുന്നു ഊന്നുകൽ തേങ്ങോട് റോഡിനുള്ളത്. അതിന് വലിയ പരിഹാരമായി ഇന്ന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ വലിയ ഒരു സ്വപ്നമാണ് ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. നിലവിൽ ശരാശരി 3.5 മീറ്റർ മാത്രം വീതിയുള്ള റോഡുകൾ 5.5 മീറ്റർ വീതിയിലേക്ക് വികസിപ്പിച്ച് BMBC നിലവാരത്തിൽ ടാറിംഗ് നടത്തും. ആവശ്യമായ സ്ഥലങ്ങളിൽ കൾവേർട്ടുകളും ഡ്രൈനേജുകളും ഐറിഷ് ഡ്രെയിനുകളും നിർമ്മിക്കും. വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഭാഗങ്ങളിൽ റോഡ് ഉയർത്തുന്നതിനും സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിനും പദ്ധതിയിൽ വ്യവസ്ഥയുണ്ട്. റോഡ് വികസനത്തിന് തടസ്സമായ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന നടപടികളും റോഡ് സുരക്ഷായി റിഫ്ലക്ടറുകൾ, റോഡ് സ്റ്റഡുകൾ, സൈൻ ബോർഡുകൾ, സീബ്ര ലൈനുകൾ, റോഡ് മാർക്കിങ്ങുകൾ തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കും. കവളങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ഏലിയാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, വൈസ് പ്രസിഡന്റ് ജോബി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സിദ്ദിഖ്, വാർഡ് മെമ്പർ കുലുസു സലീം തുടങ്ങിയ പ്രതിനിധികളും നേതാക്കളും MLAയുടെ സന്ദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.